അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു രാവിലെ ആയാലും വൈകിട്ടായാലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് വെള്ളാപ്പവും അപ്പവും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് മുത്താറിപ്പൊടി വെച്ചിട്ടാണ്, അതായത് റാഗി പൗഡർ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് ഉണ്ടാക്കി വെക്കാൻ ആകെ ഒരു 5 മിനിറ്റിൻ്റെ സമയവും ഇല്ല, അത്രയും വേണ്ട. അപ്പോൾ അത്ര പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുക. ഇത് 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാം, നല്ല പൊങ്ങിയ വെള്ളാപ്പവും അപ്പമൊക്കെ തന്നെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് മുത്താറിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കിനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കപ്പാണ്, ഈ ഒരു കപ്പിന് 2 കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ചോറാണ്. അപ്പോൾ 2 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറ് നമ്മൾ എടുക്കേണ്ടത് 1 കപ്പ് ചോറാണ്, 2 കപ്പിന് 1 കപ്പ്. ആ ചോറും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ വെക്കുന്ന ചോറ് ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല, അത് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്, അത് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഉപ്പും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണോളം പഞ്ചസാരയാണ്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1.5 കപ്പ് വെള്ളം. നമ്മളെടുത്ത ആ കപ്പിന് 2 കപ്പല്ലേ എടുത്തത് പൊടി, അപ്പോൾ 1.5 കപ്പോളം വെള്ളവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ടയൊന്നുമില്ല, അതൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി അങ്ങോട്ട് അരച്ചെടുക്കുക, നന്നായി അരച്ചെടുക്കുക. ചോറൊക്കെ നന്നായി അരഞ്ഞു. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ പാത്രത്തിൽ ഒഴിച്ച് നമുക്ക് പൊങ്ങാൻ വെക്കണം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. 1 മണിക്കൂർ എടുത്താൽ മതി. പിന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ 2 മണിക്കൂർ ആവും, നല്ല തണുത്ത കാലാവസ്ഥയാണെങ്കിൽ. അപ്പോൾ ഇത് നമുക്കിനി മൂടി വെച്ച് കൊടുക്കാം, അവിടെ കിടക്കട്ടെ. അപ്പോൾ ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ ആയപ്പോഴാണ് ഇത് പൊങ്ങി വന്നത്. അപ്പോൾ നല്ല തണുപ്പാണ് ഇവിടെ, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ, അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് സാധാരണ പൊങ്ങുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് കണ്ടോ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ പാത്രത്തിൽ തന്നെ നമ്മളിങ്ങനെ ഒഴിച്ച് വെക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ തൂത്തു പോവും. അപ്പോൾ ഇനി ഇത് ചുട്ടെടുക്കുക. നമ്മൾ ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്തതാണല്ലോ, അപ്പോൾ ഒന്നും ഇനി ചേർക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് വെള്ളാപ്പം ചുട്ടെടുക്കുക ആദ്യം. അപ്പോൾ ഇത് ഒഴിച്ച്, ഇത് വളരെ പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും കേട്ടോ. നമുക്കിപ്പോൾ രാവിലെ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, നമുക്കൊരു ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വേഗം തന്നെ ഇങ്ങനെ കലക്കി വെച്ച് കഴിഞ്ഞാൽ മതി. എന്നാൽ 1 മണിക്കൂർ 2 മണിക്കൂർ ആകുമ്പോഴേക്കും ഇത് റെഡിയായി കിട്ടും. നമുക്കൊരു 8 മണിയാകുമ്പോഴേക്കും റെഡിയായി നമുക്ക് ഇത് ചുട്ടെടുക്കാം. വളരെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് വായിലിടുമ്പോഴേക്കും അരിഞ്ഞു പോകുകയെന്ന് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ, അങ്ങനെ തന്നെയാണ് ഇത് ശരിക്കും. നമ്മുടെ അരി വെള്ളാപ്പത്തിനേക്കാളൊക്കെ വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഇത് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാലും പഞ്ചസാരയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത്. നല്ല ടേസ്റ്റാണ്, കറീൻ്റെ ആവശ്യമൊന്നുമില്ല. പശുവിൻ പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ എന്തായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പശുവിൻ പാലാണ് എടുത്തത്, പഞ്ചസാരയും ചേർത്തിട്ട്. അപ്പം പിന്നെ ഇനി അടുത്ത് നമുക്ക് അപ്പവും കൂടി ചുട്ടെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഒഴിച്ച് കഴിഞ്ഞ ഉടനെ പിന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കുമിളകൾ വരുമ്പോൾ മാത്രം മൂടി വെച്ച് കൊടുക്കുക. ഇത് ഇങ്ങനെ ചുട്ടെടുത്ത്, ഈ അപ്പം ചുട്ട് വെച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വൈകുന്നേരം ആയാൽ പോലും ഇത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് വായിലിട്ട് കഴിയുമ്പോഴേക്കും അലിഞ്ഞു പോകും, അത്രയ്ക്ക് സോഫ്റ്റാണ്. ഇതും അങ്ങനെ തന്നെ പാലും പഞ്ചസാരയും കൂടി കൂട്ടിയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, അത്രയ്ക്ക് ടേസ്റ്റ്. കുട്ടികളാണിത് നന്നായി കഴിക്കുക. അപ്പം നമുക്ക് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ, നമുക്ക് മടിയുള്ള ദിവസമൊക്കെ വേഗം ഇത് ഉണ്ടാക്കി കഴിക്കുക. രാവിലെ ആയാലും ഇപ്പോൾ വൈകിട്ട് രാത്രിയൊക്കെ ആണെങ്കിലൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്